ഹലോ ട്രേഡേഴ്സ്, ലൈവ് ട്രേഡിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റിൽ നമുക്കെങ്ങനെ ഒരു പോസിറ്റീവ് ട്രേഡ് കണ്ടെത്താമെന്നതിനെ കുറിച്ചുള്ള ഒരു സ്ട്രാറ്റജിനെ കുറിച്ചാണ്. ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ മിനിമം 60% ടൈമും പോസിറ്റീവ് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഓരോ റൂൾസും ഫോളോ ചെയ്യണം. ഈ സ്ട്രാറ്റജീൻ്റെ പേരാണ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി ഞാൻ ഉപയോഗിച്ച് അതിൽ എനിക്ക് പ്രോഫിറ്റ് കണ്ടെത്തിയോണ്ടും നിങ്ങൾക്ക് ഞാൻ ഈ സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഡിഫറെൻറ്റ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് റൂൾ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കണം. സെക്കൻഡ് റൂൾ, ഇത് 2 തവണ മോർണിംഗിൽ നമുക്ക് ഉപയോഗിക്കാം. സെക്കൻഡ് ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് SL ഹിറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ സെക്കൻഡ് ടൈം ഉപയോഗിക്കുള്ളൂ. തേർഡ് റൂൾ, ഗ്യാപ്പ് അപ്പ് ആയ മാർക്കറ്റ് അതിൻ്റെ ക്യാൻഡിലിൻ്റെ വിക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പാടില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് റൂളാണ്. ഇത് 1 മിനിറ്റ് ചാർട്ടിലാണ് നമ്മൾ നോക്കേണ്ടത്. ഫിഫ്ത്ത് റൂൾ, നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസത്തെ ഹൈ ലോ ക്ലോസ് മാർക്ക് ചെയ്തിരിക്കണം. സിക്സ്ത് റൂൾ, ഇത് നമ്മൾ 1 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബോട്ടമാണ് ഫിബ് റീട്രേസ്മെൻറ്റിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യേണ്ട പോയിൻറ്റ്സ് 0, 0.382, 0.5, 0.618, 1, 1.618, 2 ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ ഫിബ് റീട്രേസ്മെൻറ്റിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇതെങ്ങനെ നമ്മൾ ചെയ്യണമെന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി ഞാൻ കാണിക്കുന്നതായിരിക്കും. 8th ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡെക്സിലും എല്ലാ സ്റ്റോക്കിലും നമുക്ക് ഉപയോഗിക്കാം. കണ്ടീഷൻ ഗ്യാപ്പ് അപ്പ് ആയിരിക്കണം, ഗ്യാപ്പ് ഡൗൺ ആയിരിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഈ റൂൾസിനെ കുറിച്ച്. അടുത്ത നമുക്ക് ഇതെങ്ങനെയാണെന്ന് ഒരു ചാർട്ടിൽ നോക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റീൻ്റെ 30 മിനിറ്റ്സ് ചാർട്ടിലാണ്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ 5th ജൂലൈയിൽ നമുക്കെങ്ങനെ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ട്രേഡ് എടുക്കാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ വേണ്ടുന്നത് പ്രീവിയസ് ഡേ, അതായത് 4th ജൂലൈയിലെ ഹൈ ലോ ആൻഡ് ക്ലോസിങ് മാർക്ക് ചെയ്യണം. സോ നമ്മളത് ആദ്യം മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് 1 മിനിറ്റ് ക്യാൻഡിലേക്ക് പോവുക. 1 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ചാർട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഫിബ് റീട്രേസ്മെൻറ്റ് എടുക്കും. അതിൻ്റെ ഹൈ അതിൻ്റെ ലോ മാർക്ക് ചെയ്യും. ഇതിൻ്റെ ഏതൊക്കെ പോയിൻറ്റ്സാണ് മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. 0, 0.382, 0.5, 0.618, 1, 1.618, 2 ഇതുപോലെ നിങ്ങൾ ഫിബ് റീട്രേസ്മെൻറ്റിൽ മാർക്ക് ചെയ്യുക. ബാക്കിയെല്ലാം അൺചെക്ക് ചെയ്ത് വെക്കുക. കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആക്കാം. ഓക്കെ, സോ വൺസ് അത് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫിബ് റീട്രേസ്മെൻറ്റ് മാർക്ക് ചെയ്യുക. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, എങ്ങനെ ഇവിടെ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യും. നിങ്ങൾ ഫിബ് റീട്രേസ്മെൻറ്റിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് 0.618, 0.5 ആൻഡ് 0.382 ആണ്. മാർക്കറ്റിൻ്റെ 1 മിനിറ്റ് ക്യാൻഡിൽ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം മുകളിലെ ലൈൻ ബ്രേക്ക് ചെയ്ത്, സെക്കൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത്, തേർഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം. മീൻസ് ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം. ഡൗൺവേർഡ്സ് ആ മൂവ്മെൻ്റ് എങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ ലോ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളത് ടാർഗറ്റ് മുകളിലേക്ക് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇതാണ്. സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴേക്ക് പോകുന്ന മുകളിലേക്ക് പോകാമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് അത് വെക്കുക. താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സലാക്കുക. ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് ടാർഗറ്റ് 1.6, ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റ് എടുക്കാം. സോ ഫസ്റ്റ് ടാർഗറ്റ് ആ 1 മിനിറ്റിൻ്റെ ലോ, സെക്കൻഡ് ടാർഗറ്റ് 1.6ഉം, തേർഡ് ടാർഗറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് ടാർഗറ്റ് 2ഉം ട്രൈ ചെയ്യാം. ഒരു മേജർ ഗ്യാപ്പ് ഡൗണിൽ ആയതിനു ശേഷമാണെങ്കിൽ പോസിബിലിറ്റി ചിലപ്പോൾ നമുക്ക് തേർഡ് ടാർഗറ്റ് തന്നില്ല എന്ന് വരും. നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം. സോ ഞാൻ 30 മിനിറ്റ്സ് ക്യാൻഡിലിൽ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത നെക്സ്റ്റ് ഡേ ഹൈ, ലോ ആൻഡ് ക്ലോസ് മാർക്ക് ചെയ്തു. നമ്മൾ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ക്യാൻഡിലേക്ക് വരിക. സോ നമ്മൾ 4th ഡേൻ്റെ ട്രേഡാണ് നോക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ ഓപ്പണിംഗ്. 4ാമത്തെ ദിവസത്തിൻ്റെ ട്രേഡാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നമ്മളെടുത്തു. പിന്നെ അഗെയിൻ മാർക്ക് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് നമുക്ക് ബോട്ടം ടു ടോപ്പ് മാർക്ക് ചെയ്യാം. ഓക്കെ,
ഇത് ബ്രേക്ക് ചെയ്താൽ നമ്മൾ പറഞ്ഞു നമ്മൾ ട്രേഡ് എടുക്കും. സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും. അപ്പം താഴേക്ക് വരുമ്പോൾ, സോറി ഞാൻ ലാസ്റ്റ് ടൈം സ്റ്റോപ്പ് ലോസ് പറഞ്ഞില്ല, ഇതാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഈ ക്യാൻഡിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ്, ഇത് നമ്മളെ ട്രേഡ് എടുക്കുന്ന സോൺ മീൻസ് ട്രേഡിംഗ് ലൈൻ 3.82 മീൻസ് ബോട്ടം തേർഡ് ലൈൻ നമ്മളെ ട്രേഡ് എടുക്കുന്നതും അതിൻ്റെ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള ലൈൻ നമ്മളെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. സംടൈംസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും 0.618 അല്ലെ 0.382. സോ നമ്മൾ ഈ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയായി. സെക്കൻഡ് ടാർഗറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ റിവേഴ്സലൊന്ന് മാറ്റേണ്ടി വരും. റിവേഴ്സൽ അൺചെക്ക് ചെയ്യുക, ഓക്കെ ചെയ്യുക. അപ്പോൾ താഴേക്ക് കാണിച്ചു, മാർക്കറ്റ് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളിത് എന്നവാട് തന്നെ ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാനിവിടെ പ്രീവിയസ് ഡേ ക്ലോസ് മാക്കിയിട്ടുണ്ട്. അതെന്തിനാണ് മാർക്ക് ചെയ്തതെന്ന് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണം. സംടൈംസ് മാർക്കറ്റ് പ്രീവിയസ് ഡേ ക്ലോസിൻ്റെ എടുക്കുന്നത് റിവേഴ്സ് ആവും. അതിനാണ് നമ്മൾ പ്രീവിയസ് ഡേ ക്ലോസ് മാർക്ക് ചെയ്യുന്നത്. റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം. സോ ഓൾവേസ് നിങ്ങൾ എവിടെയാണ് ക്ലോസ് ടു പ്രീവിയസ് ഡേ ക്ലോസ് ആണോ അല്ല താഴേക്ക് വരുമ്പോൾ പ്രീവിയസ് ഡേ ലോൻ്റെ അടുത്താണോ എത്താനായിരുന്നുണ്ട്, അതൊരു നമ്മളെ ടാർഗറ്റ് പൊസിഷൻ ആയിരിക്കണം. അവിടെ നമ്മൾ നമ്മളെ പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഡേ ക്ലോസ് ഹൈ ലോ പ്രീവിയസ് ഡേൻ്റെ മാർക്ക് ചെയ്യുന്നത്. സോ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഞാൻ ഇവിടെ സെക്കൻഡ് ഡേൻ്റെ ഹൈ ലോ ക്ലോസിങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഫിബ് റീട്രേസ്മെൻറ്റ് മാർക്ക് ചെയ്യാം. ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് നമുക്ക് ബോട്ടം ടു ഹൈ എടുക്കാം. ഓക്കെ, സോ അഗെയിൻ ഞാൻ പറഞ്ഞു ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തു, ഇവിടം വരെ വന്നു, തിരിച്ച് നമ്മൾ ഈ ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്താൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. സോ ഇവിടെ നമുക്കൊരു ലോസ് ബുക്ക് ചെയ്തു. ഇവിടെ ലോസ് ബുക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ റിവേഴ്സ് ആവുന്നു, ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത അവിടെ അതിൻ്റെ സെൻറ്റർ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയ പാട് നമുക്കിവിടെ എക്സിറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, നമുക്കിവിടെ ഒരു ന്യൂ ട്രേഡും ഇനീഷ്യേറ്റ് ചെയ്യാം. ന്യൂ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഈ ഫിബ് റീട്രേസ്മെൻറ്റ് റിവേഴ്സൽ ഇത് ചെയ്യുക, ഓക്കെ ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് നമ്മളെ 1.6 ആയി, സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് 2. ഓക്കെ, ഇവിടെ ഓൾറെഡി നിങ്ങൾ കണ്ടോ പ്രീവിയസ് ഡേ ഹൈ ആണെന്ന് തോന്നുന്നത്. അവിടെ പ്രീവിയസ് ഡേ ഹൈയിൽ ഒരു റിജക്ഷൻ കാണിച്ചു. അവിടെ എത്തിയിട്ട് ബ്രേക്ക് ചെയ്തതിന് സ്ട്രോങ് ആയി ബ്രേക്ക് ചെയ്തതിന് ശേഷം റിജക്ഷൻ കാണിച്ചു. സോ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രീവിയസ് ഡേ ഹൈ ലോ ക്ലോസിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവിടത്തേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് പ്രീവിയസ് ഡേ ഹൈ ഉണ്ടെങ്കിൽ നമ്മളിവിടെ മാക്സിമം ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാണ്ട് വെക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ പറയുന്നത് എങ്ങനെ അത് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കുക, അതിൻ്റെ എവിടെയാണ് ടാർഗറ്റ് വെക്കേണ്ടത്, ഏതാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ്. ഡൗൺവേർഡ്സ് ആ മൂവ്മെൻറ്റെങ്കിൽ ഇതായിരിക്കും നമ്മളെ ഈ ഒരു പൊസിഷനാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് ഓൾവേസ് 1 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ലോ ആവാം, സെക്കൻഡ് ടാർഗറ്റ് 1.6, തേർഡ് ടാർഗറ്റ് 2 ആണ്. അത് ഡൗൺവേർഡ്സ് ആണ്. അതിപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ അതിന് ശേഷം മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പോയി അത് റിവേഴ്സ് ആക്കിയതിന് ശേഷം ഇതേപോലെയാണ് ഈ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. അടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, നിഫ്റ്റിയിലൊന്ന് ട്രൈ ചെയ്യാം. സോ ഇവിടെ നമ്മൾ നിഫ്റ്റീൻ്റെ 30 മിനിറ്റ്സ് ചാർട്ട് എടുത്തു, ഹൈ മാർക്ക് ചെയ്തു, ലോ മാർക്ക് ചെയ്തു, ക്ലോസിങ്ങും മാർക്ക് ചെയ്തു. ഓൾറൈറ്റ്, സോ 1 മിനിറ്റ് ക്യാൻഡിലേക്ക് മൂവ് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഗ്യാപ്പ് ഡൗൺ ആയതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്തു. ഓക്കെ, 1 മിനിറ്റാണ്, നിഫ്റ്റിയാണ്. സോ നമ്മൾ ഫസ്റ്റ് എൻട്രി ഇവിടെയായി, ഇത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയി. ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ. മാക്സിമം സെക്കൻഡ് ടാർഗറ്റ് നിങ്ങൾക്ക് എവറി ടൈം കിട്ടും. തേർഡ് ഡേൻ്റെ നിഫ്റ്റീൻ്റെ ഹൈ ലോ ക്ലോസിങ് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഫിബ് അപ്ലൈ ചെയ്യുന്നു. 1 മിനിറ്റ് ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഓൾറൈറ്റ്, നൗ നിങ്ങൾ കണ്ടോ മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തു, ഇത് ബ്രേക്ക് ചെയ്തു ഇവിടെ, പക്ഷേ ക്ലോസ് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ബ്രേക്കിങ്ങിൽ എടുക്കരുത്, അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇനി ബ്രേക്കിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ നോ ഇഷ്യൂസ്, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായി. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത് നിങ്ങൾക്ക് ബൈ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുക. നിങ്ങൾക്ക് നോക്കിയട്ടെ, ബ്യൂട്ടിഫുള്ളി 1.6 ടാർഗറ്റ് വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. ഇത് ബ്രേക്ക് ചെയ്താൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഇവിടെ പാസ് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ എടുക്കാം. ബട്ട് നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയി, ഈ ക്യാൻഡിൽ അല്ലെ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ആയി. നിങ്ങളിനി ഇവിടെ ക്യാൻഡിലിൻ്റെ മുകളിൽ തന്നെ എടുക്കുന്നത് നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചേക്കുക. ബിക്കോസ് ഇതിൻ്റെ റിട്ടേണിൽ വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് മുകളിലേക്ക് പോകും മാക്സിമം ടൈം. സോ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്തേക്കുക, ഈ ക്യാൻഡിൽ വെച്ചേക്കുക. സോ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പേ എടുക്കുന്നുണ്ടെങ്കിൽ, ക്ലോസ് ചെയ്തിട്ട് എടുക്കുന്നെങ്കിൽ നോ വറീസ്. ഇത് നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ട്രേഡ് എടുക്കില്ല. ഇനി ഈ ക്യാൻഡിൽ വിളിക്കുമ്പോൾ നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ എടുത്തിട്ടുണ്ടാവും. ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്
സെക്കൻഡ് ടാർഗറ്റ്. എന്തായാലും നിങ്ങൾക്ക് 1.618 അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ക്ലോസ് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ, ഈ മൂന്നിൽ ഏതെങ്കിലും എന്തായാലും ഒന്നിക്ക് 1.618 ഹൈ, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ക്ലോസ്, പ്രീവിയസ് ഡേ ലോ, അതെന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് കിട്ടും. ഇനി അഥവാ ഇവിടെ ഈ ഗ്യാപ്പ് അപ്പ് ആയ സ്ഥിതിക്ക് ഇവിടെ എം പാറ്റേൺ ഉണ്ടാക്കിയെന്ന് വെച്ചോ, ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എക്സിറ്റ് ചെയ്ത് കളയണം. ഇവിടെ ഫിൻ നിഫ്റ്റിൻ്റെ 30 മിനിറ്റ്സ് ചാർട്ടിൽ വന്നതിന് ശേഷം ഹൈ, ക്ലോസ്, ലോ മാർക്ക് ചെയ്തു. ഗ്യാപ്പ് വിസിബിൾ ആയിരിക്കണം. ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയത് ഇതുപോലെ ഗ്യാപ്പ് വിസിബിൾ ഉണ്ടാവണം. ഇത് വന്ന് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രാറ്റജി ആപ്ലിക്കബിൾ അല്ല. സോ മേക്ക് ഷുവർ ഇത് വിക്ക് ഇങ്ങനെ വരാൻ പാടില്ല, ഒരു ഗ്യാപ്പ് വിസിബിൾ ആയിരിക്കണം. ഇങ്ങനെ ആയാൽ പോലും പ്രശ്നമില്ല. ബട്ട് ഗ്യാപ്പ് ഇതേപോലെ കംപ്ലീറ്റ് കവറായോ അല്ലെങ്കിൽ ക്യാൻഡിൽ ഇവിടെ ഇങ്ങനെ വന്നു, ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ആയിരുന്നു, പക്ഷേ 1 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ഇങ്ങനെ ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്യാൻഡിൽ വന്നു, അതിൻ്റെ വിക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആയതുകൊണ്ട് ബോട്ടം ടു ഇത് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയി, ഹൈ ലോ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല, മാർക്കറ്റ് പിന്നെ ഇവിടെ പോയി ഇവിടെ വന്ന് ഇത് ക്ലോസ് ചെയ്തു, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. നമുക്ക് അടുത്ത ക്യാൻഡിൽ ഇവിടെ എൻട്രി ആയി. സ്റ്റോപ്പ് ലോസ് ക്ലോസ് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ വെക്കാം. ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെക്കാം. ഇവിടെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു, ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വന്നു, ഇതായി. തേർഡ് ടാർഗറ്റ് നമുക്ക് ഇവിടെ അച്ചീവ് ആവുന്നുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ആ ക്യാൻഡിലിൻ്റെ ലോ, സെക്കൻഡ്, തേർഡ്, മാക്സിമം ടൈം 1.618 നമുക്ക് കിട്ടും. ഇനി ഒരു എക്സാമ്പിളും കൂടി ഫിം നിഫ്റ്റിയിൽ നോക്കാം. സോ ലെറ്റ്സ് ക്വിക്ക്ലി മൂവ് ടു 30 മിനിറ്റ്സ്. ബോട്ടം, ഹൈ, സോറി ക്ലോസ് ചെയ്യാം. 1 മിനിറ്റ് ക്യാൻഡിൽ ഫിപ്പ് എടുക്കുന്നു. ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇത് ലോ ടു ഹൈ മാർക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി. ഫസ്റ്റ് ക്യാൻഡിലെ ലോ ഹൈ മാർക്ക് ചെയ്തതിന് ശേഷം ഇതായിരുന്നു നമ്മളെ ക്യാൻഡിൽ. ഇതിൻ്റെ താഴെ വന്നാലേ നമ്മൾ സെല്ല് ചെയ്യേണ്ടത്, ഇതിൻ്റെ മുകളിൽ പോയാൽ നമ്മൾ ബൈ ചെയ്യണം. സോ ദീസ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു, നമ്മളിവിടെ ഈ ക്യാൻഡിലിൻ്റെ ഇവിടെ ബൈ ചെയ്തു. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു. സിൻസ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ബൈ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മളിവിടെ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇതാണ്. എനിവേസ് റീടെസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് 1.6, സെക്കൻഡ് ടാർഗറ്റ് 2. അതിൻ്റെ മുകളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട്. പക്ഷേ ഓപ്ഷനാണ്, ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ടൈം ഡീക്കിനെ കൊണ്ട് ഇതാവും. ഇപ്പോൾ മാർക്കറ്റ് ഇവിടം വരെ പോയി ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഡീക്കാവും. ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റ് പ്രശ്നമില്ല. ബട്ട് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സമയം ഈറ്റാവും. പിന്നെ 1 മിനിറ്റ് ആയതുകൊണ്ട് നോ വറീസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് നോക്കി. ഇനി നമുക്കൊന്ന് ഏതെങ്കിലും ഒരു സ്റ്റോക്കിലും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ടാറ്റ മോട്ടോഴ്സ് എടുത്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ നമുക്ക് പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, പ്രീവിയസ് ഡേ ക്ലോസ് മാർക്ക് ചെയ്തു. 30 മിനിറ്റ്സിൽ 1 മിനിറ്റ് പോകുന്നു. സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ മാക്സിമം നിങ്ങൾ സ്റ്റോക്കിൽ ഗ്യാപ്പ് അപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യാം. ഓക്കെ, സോ അവിടെ നമ്മളത് മാർക്ക് ചെയ്തു. ഫസ്റ്റ് 1 മിനിറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് ഹൈയും ടോപ്പ് മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് സെക്കൻഡ് ക്യാൻഡിൽ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോയി. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ ടോപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കേഷനിൽ, അതായത് 1 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് മുകളിലേക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാം. മോസ്റ്റ് കേസസ് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് സ്റ്റോക്കിൽ കിട്ടൽ കുറവാണ്. അവരെ റിസൾട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാപ്പ് അപ്പ് കിട്ടുള്ളൂ, ഒരു ബ്യൂട്ടിഫുൾ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സ്റ്റോക്കിൽ ഉപയോഗിക്കേണ്ട. ഇൻഡെക്സിലെല്ലാം വർക്ക് ചെയ്യും. 1 മിനിറ്റ് ക്യാൻഡിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതിൻ്റെ റൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് റൂൾ ഈസ് ഗ്യാപ്പ് അപ്പ് വിസിബിൾ ആയിരിക്കണം, പ്രോപ്പർ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവണം. റീട്രേസ്മെൻറ്റിൽ മാർക്ക് ചെയ്യേണ്ട പോയിൻറ്റ്സ് 0.5, 0.618, 0.382, 0, 1, 1.618, 2. 1 മിനിറ്റ് ക്യാൻഡിലാവണം. പ്രീവിയസ് ഡേൻ്റെ ഹൈ, ലോ, ബോട്ടം മാർക്ക് ചെയ്യുക. ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് 3 പോയിൻറ്റ്സ്, 3.382, 0.5, 0.618. മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യുന്ന ക്യാൻഡിൽ നമുക്ക് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുക. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുക. ഫസ്റ്റ് ടാർഗറ്റ് 1, സെക്കൻഡ് ടാർഗറ്റ് 1.6, തേർഡ് ടാർഗറ്റ് 2 ആണ്. ഈ ക്യാൻഡിലിൻ്റെ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുക. ഇത് സ്റ്റോപ്പ് ലോസ് വെക്കുക. ബ്രേക്ക് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ്, ബ്രേക്ക് ചെയ്തതിന് മുമ്പേ ആണെങ്കിൽ ഇത് തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് അഗെയിൻ 1, തേർഡ് ടാർഗറ്റ് 1.6, 2. അങ്ങനെ നിങ്ങൾക്ക് ടാർഗറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രീവിയസ് ഡേ ക്ലോസോ, പ്രീവിയസ് ഡേ ലോവോ, പ്രീവിയസ് ഡേ ഹൈയോ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു ടാർഗറ്റായി കൺസിഡർ ചെയ്തിട്ട് അവിടെ നിങ്ങൾ ടാർഗറ്റ് മീൻസ് എക്സിറ്റ് ചെയ്യണം. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് അബൌട്ട്
ഫിബ് റീട്രേസ്മെൻറ്റ് സ്ട്രാറ്റജി. നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഏത് ദിവസവും നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജിയിലേക്കൂടെ ഡെയിലി ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ മോർണിംഗ് ട്രേഡ് 5 മിനിറ്റ് സ്ട്രാറ്റജി എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ ഈ വീഡിയോന് 1000 ലൈക്സ് തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. താങ്ക് യു.